നമസ്കാരം. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിദേശ ധനസഹായ നിയന്ത്രണ നിയമത്തിൽ അഥവാ FCRA നിയമത്തിൽ വരുത്തിയ പുതിയ ഭേദഗതികൾ രാജ്യത്തെ സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തനങ്ങളിലും വിദേശ ഫണ്ട് വിനിയോഗത്തിലും വലിയ രീതിയിലുള്ള സുതാര്യതയും നിയന്ത്രണവും കൊണ്ടുവരുന്നതാണ്. അമിത്ഷായുടെ നേതൃത്വത്തിലുള്ള ആഭ്യന്തര മന്ത്രാലയം പുറപ്പെടുവിച്ച പുതിയ വിജ്ഞാപനം വ്യക്തമായ ലക്ഷ്യങ്ങളില്ലാതെ പ്രവർത്തിക്കുന്ന NGOകളുടെ മേലുള്ള നിരീക്ഷണം ശക്തമാക്കുകയാണ് സർക്കാർ ചെയ്യുന്നത്. വിദേശത്ത് നിന്ന് ലഭിക്കുന്ന പണം രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കോ മറ്റ് വഴിവിട്ട കാര്യങ്ങൾക്കോ ഉപയോഗിക്കുന്നത് തടയുക എന്ന ദീർഘകാല ലക്ഷ്യത്തോടെയാണ് ഈ ഭേദഗതികൾ കൊണ്ടുവന്നിട്ടുള്ളത്. പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുന്നതോടെ വിദേശ ഫണ്ട് കൈപ്പറ്റുന്ന സംഘടനകൾക്ക് തങ്ങളുടെ വരുമാന സ്രോതസ്സുകളെക്കുറിച്ചും ആ പണം ഇന്ത്യയിൽ എന്തിനു വേണ്ടിയാണ് ചെലവഴിക്കുന്നത് എന്നതിനെക്കുറിച്ചും കൃത്യമായ ബോധ്യവും ഉത്തരവാദിത്വവും ഉണ്ടായേ തീരൂ. പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുന്നതോടെ വിദേശ ഫണ്ട് കൈപ്പറ്റുന്ന സംഘടനകൾക്ക് തങ്ങളുടെ വരുമാന സ്രോതസ്സുകളെക്കുറിച്ചും ആ പണം ഇന്ത്യയിൽ എന്തിനു വേണ്ടിയാണ് ചെലവഴിക്കുന്നത് എന്നതിനെക്കുറിച്ചും കൃത്യമായ ബോധ്യവും ഉത്തരവാദിത്വവും ഉണ്ടായേ തീരൂ. പുതിയ ഭേദഗതികൾ പ്രകാരം സന്നദ്ധ സംഘടനകൾ തങ്ങളുടെ രജിസ്ട്രേഷൻ്റെ കൃത്യമായ ഉദ്ദേശം എന്താണെന്ന് സർക്കാരിനെ വ്യക്തമായി അറിയിക്കേണ്ടതുണ്ട്. ജൂൺ 23 അതായത് ഇന്ന് ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ ഗസറ്റ് വിജ്ഞാപനത്തിൽ വ്യക്തമാക്കുന്നതനുസരിച്ച് രജിസ്ട്രേഷനായി അപേക്ഷിക്കുന്ന ഓരോ സംഘടനയും നിയമത്തിൽ പ്രത്യേകം നിഷ്കർഷിച്ചിട്ടുള്ള ലക്ഷ്യങ്ങളുടെ പട്ടികയിൽ നിന്ന് മാത്രമേ തങ്ങളുടെ പ്രവർത്തന മേഖല തിരഞ്ഞെടുക്കാവൂ. അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ ഏതെല്ലാം സംസ്ഥാനങ്ങളിലോ കേന്ദ്രഭരണ പ്രദേശങ്ങളിലോ ആണ് തങ്ങൾ പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന വിവരവും അപേക്ഷയിൽ കൃത്യമായി രേഖപ്പെടുത്തേണ്ടതുണ്ട്. NGOകളുടെ സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ സുതാര്യത ഉറപ്പാക്കാനും ഫണ്ടുകൾ സജീവമായി വിനിയോഗിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനും രജിസ്ട്രേഷൻ മാനദണ്ഡങ്ങൾ കൂടുതൽ കർശനമാക്കുകയുമാണ് ഈ ഭേദഗതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ഇതിൻ്റെ ഭാഗമായി സംഘടനയുടെ പ്രധാന ഭാരവാഹികൾ ആരാണെന്ന നിർവചനത്തിലും വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. കമ്പനി ഡയറക്ടർമാർ, പങ്കാളികൾ, ട്രസ്റ്റിമാർ, ഹിന്ദു അവിഭക്ത കുടുംബങ്ങളിലെ കർത്താവ് സംഘടനകളുടെ മാനേജ്മെൻറ്റ് നിയന്ത്രണമുള്ള മറ്റ് വ്യക്തികൾ എന്നിവരെല്ലാം ഇനി മുതൽ പ്രധാന ഭാരവാഹികളുടെ പരിധിയിൽ ഉൾപ്പെടുത്തും. വിദേശ പൗരന്മാർക്ക് NGOകളിൽ ഭാരവാഹികളാകുന്നതിന് പുതിയ നിയമം കർശനമായി വിലക്ക് ഏർപ്പെടുത്തുന്നുണ്ട്. ഇന്ത്യൻ വംശജരല്ലാത്ത വിദേശ പൗരന്മാർ പ്രധാന ഭാരവാഹികളായിട്ടുള്ള സംഘടനകൾക്ക് ഇനി മുതൽ FCRA രജിസ്ട്രേഷനോ അല്ലെങ്കിൽ മുൻകൂർ അനുമതിയോ ലഭിക്കാൻ അർഹത ഉണ്ടായിരിക്കുന്നതല്ല. എന്നാൽ പ്രത്യേക സാഹചര്യങ്ങളിൽ ഔദ്യോഗിക ഉത്തരവുകളിലൂടെ ഇതിൽ ഇളവ് നൽകാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിൽ നിലനിർത്തിയിട്ടുണ്ട്. അപേക്ഷകർ തങ്ങളുടെ പ്രവർത്തനങ്ങൾക്കായി മതാചാരങ്ങൾ, സംസ്കാരം, സാമ്പത്തികം, വിദ്യാഭ്യാസം, സാമൂഹിക സേവനം തുടങ്ങി മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള മേഖലയിൽ നിന്ന് മാത്രമേ ലക്ഷ്യങ്ങൾ തിരഞ്ഞെടുക്കാവൂ. മതപരമായ കെട്ടിടങ്ങളുടെ നിർമ്മാണം, സത്സംഗങ്ങൾ നടത്തൽ എന്നിവ അനുവദനീയമാണ് എങ്കിലും മതവിദ്യാഭ്യാസം, വിശ്വാസ പാരമ്പര്യങ്ങളുടെ ഡോക്യുമെൻറ്റേഷൻ, തദ്ദേശീയ വിശ്വാസങ്ങളുടെ സംരക്ഷണം എന്നിവയുടെ മറവിൽ മതപരിവർത്തനം നടത്തുന്നത് പുതിയ ചട്ടങ്ങൾ പ്രകാരം കർശനമായി വിലക്കിയിട്ടുണ്ട്. നിഷ്ക്രിയമായി കിടക്കുന്ന NGOകൾ ലൈസൻസ് കൈവശം വയ്ക്കുന്നത് തടയാനായി കഴിഞ്ഞ 2 സാമ്പത്തിക വർഷങ്ങളിലായി കുറഞ്ഞത് 10 ലക്ഷം രൂപയെങ്കിലും വിദേശ ഫണ്ട് ചെലവഴിച്ചിരിക്കണം എന്ന പുതിയ നിബന്ധനയും കൊണ്ടുവന്നിട്ടുണ്ട്. മുൻകൂർ അനുമതിയോടെ ഫണ്ട് കൈപ്പറ്റുന്ന സംഘടനകൾക്ക് തങ്ങളുടെ അടുത്ത ഗഡു തുക ലഭിക്കണമെങ്കിൽ മുൻപ് ലഭിച്ച തുകയുടെ 75% വിനിയോഗിച്ചിരിക്കണം. ഇതിനു പുറമെ സർക്കാർ തലത്തിലുള്ള ഫീൽഡ് എൻക്വയറി പരിശോധനകൾക്ക് ശേഷമേ അടുത്ത ഫണ്ട് അനുവദിക്കുകയുള്ളൂ. ഡിജിറ്റൽ യുഗത്തിലെ സുതാര്യത ഉറപ്പാക്കുന്നതിനായി സംഘടനകളുടെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളുടെ വിവരങ്ങളും ഇനി മുതൽ അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതുണ്ട്. മറ്റ് ഇടനിലക്കാർ വഴിയോ അല്ലെങ്കിൽ ഡോണർ അഡ്വൈസ്ഡ് ഫണ്ടുകൾ വഴിയോ ആണ് പണം വരുന്നത് എങ്കിൽ അതിൻ്റെ യഥാർത്ഥ ഉറവിടം എവിടെ നിന്നാണ് എന്ന് വെളിപ്പെടുത്താൻ സംഘടനകൾ ബാധ്യസ്ഥരാണ്. സാധാരണ സാമ്പത്തിക സ്റ്റേറ്റ്മെൻറ്റുകൾക്ക് പുറമേ തങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങളുടെ വിശദമായ റിപ്പോർട്ടും വാർഷിക റിട്ടേണിനൊപ്പം സമർപ്പിക്കണം. 2026 മുൻപ് രജിസ്റ്റർ ചെയ്ത സംഘടനകൾക്ക് തങ്ങളുടെ കൃത്യമായ പ്രവർത്തന ലക്ഷ്യങ്ങളും സംസ്ഥാനങ്ങളും സർക്കാരിനെ അറിയിക്കാൻ 1 വർഷത്തെ കാലാവധി അനുവദിച്ചിട്ടുണ്ട്. കൂടാതെ അപേക്ഷയിൽ അധികമായി ചേർക്കുന്ന ഓരോ സംസ്ഥാനത്തിനും ലക്ഷ്യത്തിനും 300 രൂപ വീതം അധിക ഫീസും ഈടാക്കും. ആഗോളതലത്തിൽ നിന്നുള്ള സാമ്പത്തിക സഹായങ്ങൾ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കും വളർച്ചയ്ക്കും തടസ്സമാകാത്ത രീതിയിൽ നിയന്ത്രിക്കാൻ ഈ നിയമപരിഷ്കാരങ്ങൾ വഴി സാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. വിദേശ ധനസഹായ നിയന്ത്രണ നിയമത്തിൽ ഭേദഗതികൾ വരുത്താനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനത്തിന് പിന്നിൽ രാജ്യസുരക്ഷയെയും സാംസ്കാരിക തനിമയും ബാധിക്കുന്ന അതീവ ഗുരുതരമായ ചില സാഹചര്യങ്ങളും മുൻകാല അനുഭവങ്ങളും ഉണ്ടായിരുന്നു എന്നത്
തർക്കമില്ലാത്ത കാര്യമാണ്. വിദേശത്ത് നിന്ന് സന്നദ്ധ സേവനങ്ങളുടെയും സാമൂഹിക വികസനത്തിൻ്റെ പേരിൽ ഇന്ത്യയിലേക്ക് ഒഴുകിയെത്തുന്ന കോടിക്കണക്കിന് രൂപയുടെ കൃത്യമായ വിനിയോഗം സംബന്ധിച്ച് ദീർഘകാലമായി വിവിധ അന്വേഷണ ഏജൻസികളും ഇൻ്റലിജൻസ് വിഭാഗങ്ങളും കൃത്യമായ നിരീക്ഷണങ്ങൾ നടത്തി വരികയായിരുന്നു. ഇത്തരത്തിൽ സന്നദ്ധ സംഘടനകളുടെ അഥവാ NGOകളുടെ അക്കൗണ്ടിലേക്ക് എത്തുന്ന വിദേശ പണം പലപ്പോഴും പ്രഖ്യാപിത ലക്ഷ്യങ്ങൾക്കും അപ്പുറം രാജ്യത്തിൻ്റെ ആഭ്യന്തര സുരക്ഷയെ തകർക്കുന്ന പ്രവർത്തനങ്ങൾക്കും വിപുലമായ തോതിലുള്ള മതപരിവർത്തനങ്ങൾക്കും വകമാറ്റി ഉപയോഗിക്കുന്നുണ്ടെന്ന ശക്തമായ കണ്ടെത്തലുകളാണ് നിയമം കർശനമാക്കാൻ സർക്കാരിനെ പ്രേരിപ്പിക്കുന്നത്. സ്വതന്ത്രവും പരമാധികാരവുമുള്ളതുമായ ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ വിദേശ ശക്തികൾക്കോ താൽപ്പര്യങ്ങൾക്കോ സ്വാധീനമുണ്ടാക്കാൻ ഇത്തരം ഫണ്ടുകൾ വഴിയൊരുക്കുന്നു എന്നതായിരുന്നു ഏറ്റവും വലിയ ആശങ്ക. വിദേശ ഫണ്ടുകൾ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കപ്പെടുന്നു എന്ന ആക്ഷേപം കേവലം രാഷ്ട്രീയ ആരോപണങ്ങൾക്കും അപ്പുറം കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ ഏജൻസികൾ മുന്നോട്ട് വച്ചിട്ടുള്ളത്. ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ വികസന പദ്ധതികൾ തടസ്സപ്പെടുത്തുന്നതിനും വ്യവസായ പുരോഗതിക്ക് തുരങ്കം വയ്ക്കുന്നതിനുമായി വിദേശ പണം വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടതായി കണ്ടെത്തിയിട്ടുണ്ട്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന വൻകിട അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ, ആണവ നിലയങ്ങൾ, ഖനന പദ്ധതികൾ എന്നിവയ്ക്കെതിരെ പ്രാദേശികമായ ജനവികാരവും പ്രതിഷേധങ്ങളും കൃത്യമായി സൃഷ്ടിച്ചെടുക്കാൻ ചില സന്നദ്ധ സംഘടനകൾക്ക് വിദേശത്തു നിന്നും വൻതോതിൽ സാമ്പത്തിക സഹായം ലഭിച്ചിരുന്നു. ജനങ്ങളുടെ സ്വാഭാവികമായ ആവശ്യങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കാനും വികസന വിരുദ്ധ പ്രക്ഷോഭങ്ങളിലേക്ക് അവരെ നയിക്കാനും ഇത്തരം കള്ളപ്പണം ഉപയോഗിക്കപ്പെട്ടു. ഇതിലൂടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയെ മന്ദഗതിയിലാക്കുക എന്ന വിദേശ അജണ്ടകളാണ് പല NGOകളും നടപ്പിലാക്കാൻ ശ്രമിച്ചത്. അതോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ അതിർത്തി മേഖലകളിലും വനപ്രദേശങ്ങളിലും തീവ്രവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും നക്സൽ മാവോയിസ്റ്റ് ഗ്രൂപ്പുകൾക്ക് പരോക്ഷമായി സാമ്പത്തിക പിന്തുണ നൽകുന്നതിനും സന്നദ്ധ പ്രവർത്തനങ്ങളുടെ മറപറ്റിയുള്ള വിദേശ ഫണ്ടിംഗ് ഉപയോഗിക്കപ്പെട്ടതായി അന്വേഷണങ്ങളിൽ തെളിഞ്ഞിട്ടുണ്ട്. മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട വിദേശ ഫണ്ടിംഗ് രാജ്യത്തിൻ്റെ സാമൂഹിക സമവാക്യങ്ങളെ തന്നെ തെറ്റിക്കുന്ന രീതിയിലാണ് പ്രവർത്തിച്ചിരുന്നത്. വിദ്യാഭ്യാസ പുരോഗതി, ആരോഗ്യ പരിരക്ഷ, ആദിവാസി ക്ഷേമം, അഗതി സംരക്ഷണം തുടങ്ങിയ മാനുഷിക മുഖംമൂടി അണിഞ്ഞാണ് പല സംഘടനകളും വിദേശത്ത് നിന്ന് കോടിക്കണക്കിന് രൂപ കൈപ്പറ്റിയിരുന്നത്. എന്നാൽ ഈ പണം യഥാർത്ഥത്തിൽ ഉപയോഗിക്കപ്പെട്ടത് നിർധനരായ ജനങ്ങളുടെ ദാരിദ്ര്യവും നിസ്സഹാവസ്ഥയും ചൂഷണം ചെയ്ത് അവരെ കൂട്ടത്തോടെ മതപരിവർത്തനത്തിന് ഇരയാക്കാനായിരുന്നു. പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും അതിർത്തി പ്രദേശങ്ങളിലെയും ഗ്രാമീണ മേഖലകളിൽ വിദേശ ഫണ്ടിംഗ് ഉപയോഗിച്ച് വൻതോതിൽ ഇത്തരം പ്രവർത്തനങ്ങൾ ആസൂത്രിതമായി നടന്നു പോന്നിരുന്നു. ആദിവാസികൾക്കും പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്കും താൽക്കാലികമായ സാമ്പത്തിക സഹായങ്ങളും സൗജന്യങ്ങളും നൽകി അവരെ തദ്ദേശീയമായ വിശ്വാസങ്ങളിൽ നിന്നും സംസ്കാരങ്ങളിൽ നിന്നും അകറ്റാൻ ബോധപൂർവമായ ശ്രമങ്ങളാണ് ഉണ്ടായത്. ഇത്തരം പണം വിനിയോഗിച്ച് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിയമവിരുദ്ധമായ ആരാധനാലയങ്ങൾ പണിയുകയും ആത്മീയ പ്രഭാഷണങ്ങളുടെയും രോഗശാന്തി ശുശ്രൂഷകളുടെയും മറവിൽ ജനങ്ങളെ സ്വാധീനിക്കുകയും ചെയ്തു. ഇത് പലയിടങ്ങളിലും പ്രാദേശികമായ സാമുദായിക ഐക്യം തകരുന്നതിനും വലിയ തോതിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങൾക്കും കാരണമായി മാറിയെന്നതാണ് യാഥാർത്ഥ്യം. ഈ പശ്ചാത്തലത്തിലാണ് വിദേശ ധനസഹായ നിയന്ത്രണ നിയമത്തിലെ പുതിയ ഭേദഗതികൾ പ്രസക്തമാകുന്നത്. പുതിയ നിയമപ്രകാരം മതപരമായ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കും സത്സംഗങ്ങൾക്കും നിർമ്മാണങ്ങൾക്കും അനുമതി നൽകുന്നുണ്ട് എങ്കിലും വിശ്വാസ പാരമ്പര്യങ്ങളുടെ ഡോക്യുമെൻറ്റേഷൻ, മതവിദ്യാഭ്യാസം തുടങ്ങിയ പ്രക്രിയകളുടെ മറവിൽ നടക്കുന്ന ഏതൊരു രൂപത്തിലുള്ള മതപരിവർത്തന പ്രവർത്തനങ്ങളെയും കർശനമായി വിലക്കിയിട്ടുണ്ട്. കൂടാതെ വിദേശത്ത് നിന്ന് നേരിട്ടല്ലാതെ ഇടനിലക്കാർ വഴിയോ മറ്റ് വികേന്ദ്രീകൃത ഫണ്ടുകൾ വഴിയോ എത്തുന്ന പണത്തിൻ്റെ യഥാർത്ഥ ഉറവിടം വ്യക്തമാക്കണമെന്ന നിബന്ധന കള്ളപ്പണം വെളുപ്പിക്കുന്നതിനും രാജ്യവിരുദ്ധ ശക്തികളുടെ നിഴൽ സംഘടനകൾക്കും വലിയൊരു തിരിച്ചടിയാണ്. സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളുടെ വിവരങ്ങൾ ശേഖരിക്കുന്നതിലൂടെ ഇത്തരം സംഘടനകൾ നടത്തുന്ന വിദ്വേഷ പ്രചാരണങ്ങളെയും വിദേശ നിർദ്ദേശാനുസരണം രാജ്യത്തെ ഭരണകൂടത്തിനെതിരെ നടത്തുന്ന ആസൂത്രിത നുണപ്രചാരണങ്ങളെയും കൃത്യമായി നിരീക്ഷിക്കാൻ സർക്കാരിന് സാധിക്കും. ചുരുക്കത്തിൽ ചാരിറ്റിയുടെയും സേവനങ്ങളുടെയും മറവിൽ രാജ്യത്തിൻ്റെ പരമാധികാരത്തെയും ആഭ്യന്തര സമാധാനത്തെയും ചോദ്യം ചെയ്യുന്ന രീതിയിൽ വിദേശ ഫണ്ടുകൾ ദുരുപയോഗം ചെയ്യപ്പെട്ടിരുന്നു എന്ന തിരിച്ചറിവാണ് ഇത്തരം കർശനമായ നിയമപരിഷ്കാരങ്ങളിലൂടെ രാജ്യം സുരക്ഷാ വലയം തീർക്കുന്നത്. വിദേശ സംഘടനകൾ ഭാരതത്തിൽ മതപരിവർത്തനത്തിനായി വൻതോതിൽ പണമൊഴുക്കുന്നതിന് പിന്നിൽ കേവലം ആത്മീയമോ മതപരമോ ആയ താല്പര്യങ്ങൾ മാത്രമല്ല ഉള്ളത്, മറിച്ച് അതിന് കൃത്യമായ ഭൗമരാഷ്ട്രീയപരവും പ്രത്യയശാസ്ത്രപരവുമായ വലിയ അജണ്ടകളുണ്ട് എന്നാണ് അന്താരാഷ്ട്ര രാഷ്ട്രീയ നിരീക്ഷകരും സുരക്ഷാ ഏജൻസികളും ചൂണ്ടിക്കാണിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യവും അതിവേഗം വളരുന്ന സാമ്പത്തിക സൈനിക ശക്തിയുമായ ഭാരതത്തിൻ്റെ ആഭ്യന്തര സുസ്ഥിരതയും ജനസംഖ്യാപരമായ ഘടനയും സ്വാധീനിക്കുക എന്ന തന്ത്രപരമായ ലക്ഷ്യം ഇതിന് പിന്നിലുണ്ട്. ഒരു രാജ്യത്തിൻ്റെ ജനസംഖ്യാ ഘടനയിൽ മാറ്റം വരുത്താൻ കഴിഞ്ഞാൽ ദീർഘകാലാടിസ്ഥാനത്തിൽ ആ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ തീരുമാനങ്ങളെയും സാമൂഹിക സമവാക്യങ്ങളെയും
തങ്ങളുടെ താൽപ്പര്യങ്ങൾക്ക് അനുകൂലമായി മാറ്റിയെടുക്കാൻ കഴിയുമെന്ന് വിദേശ ശക്തികൾ കണക്ക് കൂട്ടുന്നു. ഭാരതത്തിൻ്റെ തനതായ സാംസ്കാരിക മൂല്യങ്ങളെയും ആഭ്യന്തര ഐക്യത്തെയും ദുർബലപ്പെടുത്തുന്നതിലൂടെ അന്താരാഷ്ട്ര തലത്തിൽ ഭാരതം കൈവരിക്കുന്ന കുതിപ്പിനെ തടഞ്ഞു നിർത്താനുള്ള ഒരു നിഴൽ യുദ്ധമായിട്ടാണ് പലപ്പോഴും ഇത്തരം ഫണ്ടിങ്ങുകൾ പ്രവർത്തിക്കുന്നത്. ഭാരതം അതിൻ്റെ വലിയ വൈവിധ്യങ്ങൾക്കിടയിലും നിലനിർത്തുന്ന ആഭ്യന്തര ഐക്യമാണ് അതിൻ്റെ ഏറ്റവും വലിയ കരുത്ത്. വിദേശ ഫണ്ടുകൾ ഉപയോഗിച്ച് വലിയ തോതിൽ ആസൂത്രിതമായി മതപരിവർത്തനം നടത്തുമ്പോൾ അത് പ്രാദേശിക തലങ്ങളിൽ പുതിയ സാമുദായിക ധ്രുവീകരണങ്ങൾക്കും അസ്വസ്ഥതകൾക്കും വഴിതെളിക്കും. വനവാസികൾ, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ എന്നിവർ താമസിക്കുന്ന തന്ത്രപ്രധാനമായ ഉൾനാടൻ ഗ്രാമങ്ങളെയാണ് വിദേശ ഏജൻസികൾ ഇതിനായി പ്രധാനമായും ലക്ഷ്യമിടുന്നത്. ജനങ്ങളെ അവരുടെ പരമ്പരാഗത സംസ്കാരത്തിൽ നിന്നും വിശ്വാസങ്ങളിൽ നിന്നും അകറ്റി പുതിയൊരു സ്വത്വത്തിലേക്ക് മാറ്റുമ്പോൾ സമൂഹത്തിൽ സ്വാഭാവികമായും ആഭ്യന്തര കലഹങ്ങൾ ഉടലെടുക്കുന്നു. ഒരു രാജ്യം ഇത്തരം ആഭ്യന്തര പ്രശ്നങ്ങളിലും സാമുദായിക അസ്വസ്ഥതകളിലും കുടുങ്ങിക്കിടക്കുമ്പോൾ അതിൻ്റെ ആഗോള ശ്രദ്ധയും വികസനവും തടസ്സപ്പെടുമെന്നത് വിദേശ അജണ്ടകളുടെ പ്രധാന ലക്ഷ്യമാണ്. തദ്ദേശീയമായ വിശ്വാസധാരകളെ ഇല്ലാതാക്കുന്നതിലൂടെ ഭാരതത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തെ തകർക്കാനും അവർക്ക് സാധിക്കുന്നു. അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന പല മതസംഘടനകളും വലിയ കോർപ്പറേറ്റ് കമ്പനികളെ പോലെയാണ് പ്രവർത്തിക്കുന്നത്. ആഗോളതലത്തിൽ തങ്ങളുടെ സ്വാധീന മേഖലകൾ വികസിപ്പിക്കുക എന്നത് അവരുടെ നിലനിൽപ്പിൻ്റെ ഭാഗമാണ്. ലോകമെമ്പാടുമുള്ള വൻകിട കോർപ്പറേറ്റുകളിൽ നിന്നും വ്യക്തികളിൽ നിന്നും ഇവർ മതപ്രചാരണത്തിൻ്റെ പേരിൽ കോടിക്കണക്കിന് ഡോളർ സംഭാവനയായി സ്വീകരിക്കുന്നുണ്ട്. ഈ സാമ്പത്തിക സ്രോതസ്സ് നിലനിർത്തണം എങ്കിൽ വികസ്വര രാജ്യങ്ങളിൽ തങ്ങൾ ഇത്രയധികം ആളുകളെ പുതിയ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നു എന്ന കണക്കുകളും റിപ്പോർട്ടുകളും അവർക്ക് വിദേശത്തുള്ള തങ്ങളുടെ സ്പോൺസർമാർക്ക് മുന്നിൽ സമർപ്പിക്കണം. ഇതിനായി അവർ ഭാരതത്തിലെ നിർധനരായ ജനവിഭാഗങ്ങളെയും പിന്നാക്ക മേഖലകളെയും കൃത്യമായി ഉപയോഗപ്പെടുത്തുന്നു. മാനുഷിക പരിഗണനകളുടെയോ ചാരിറ്റിയുടെ മുഖംമൂടി അണിഞ്ഞ് എത്തുന്ന ഈ സഹായങ്ങൾ യഥാർത്ഥത്തിൽ മതപരിവർത്തനത്തിലുള്ള തന്ത്രപരമായ ഉപകരണങ്ങളായി മാറുകയാണ് ചെയ്യുന്നത്. ഭാരതത്തിലെ വലിയ ജനസംഖ്യയും ചില ഗ്രാമീണ മേഖലകളിലെ ദാരിദ്ര്യവും ആരോഗ്യ വിദ്യാഭ്യാസ സൗകര്യങ്ങളുടെ കുറവും വിദേശ സംഘടനകൾ തങ്ങൾക്ക് അനുകൂലമായ അവസരമായി കാണുന്നു. ആധുനിക സൗകര്യങ്ങളോ കൃത്യമായ വരുമാനമോ ഇല്ലാത്ത ജനവിഭാഗങ്ങൾക്ക് വലിയ തോതിൽ പണം, സൗജന്യ വിദ്യാഭ്യാസം, ചികിത്സാ സഹായം, തൊഴിലവസരങ്ങൾ എന്നിവ വാഗ്ദാനം ചെയ്താണ് ഇവർ സ്വാധീനം ഉറപ്പിക്കുന്നത്. ഭാരതത്തിൻ്റെ ദേശീയതയും തദ്ദേശീയമായ വിശ്വാസധാരയും പരസ്പരം ശക്തമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണ്. ഭാരതീയ പാരമ്പര്യത്തിൽ നിന്നും സംസ്കാരത്തിൽ നിന്നും ജനങ്ങളെ മാറ്റുന്നതിലൂടെ അവരുടെ ഉള്ളിലെ ദേശീയ ബോധത്തെയും രാജ്യത്തോടുള്ള വൈകാരികമായ പ്രതിബദ്ധതയും പരോക്ഷമായി ദുർബലപ്പെടുത്താൻ സാധിക്കുമെന്ന് വിദേശ ഏജൻസികൾ കരുതുന്നു. വിദേശ സംസ്കാരങ്ങളോടും അവിടുത്തെ രാഷ്ട്രീയ വ്യവസ്ഥിതികളോടും കൂടുതൽ ആഭിമുഖ്യമുള്ള ഒരു ജനവിഭാഗത്തെ രാജ്യത്തിനകത്ത് സൃഷ്ടിക്കുക എന്നതും ഇതിൻ്റെ ആത്യന്തിക ലക്ഷ്യമാണ്. ഈ വലിയ അപകടങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് വിദേശത്ത് നിന്ന് വരുന്ന പണം രാജ്യത്തിൻ്റെ ആഭ്യന്തര സമാധാനത്തെയും ജനാധിപത്യ പ്രക്രിയയും അട്ടിമറിക്കാൻ ഉപയോഗിക്കപ്പെടാതിരിക്കാൻ ഭാരത സർക്കാർ നിയമങ്ങൾ കർശനമാക്കുകയും വിദേശ ഫണ്ടുകളുടെ ഉറവിടവും വിനിയോഗവും കൃത്യമായി നിരീക്ഷിക്കാൻ തുടങ്ങുകയും ചെയ്തത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.